സഖിയായി. ഇന്ദുകലാമൗലി തൃക്കൈയിലോമനിക്കും സ്വർണമാൻ പേട എൻ്റെ സഖിയായി. കന്മദം മണക്കും കൈലാസത്തിലെ കല്ലോലിനിയും എൻ്റെ സഖിയായി, പ്രിയ സഖിയായി. കന്മദം മണക്കും കൈലാസത്തിലെ കല്ലോലിനിയും എൻ്റെ സഖിയായി, പ്രിയ സഖിയായി. ഇന്ദുകലാമൗലി തൃക്കൈയിലോമനിക്കും സ്വർണമാൻ പേട എൻ്റെ സഖിയായി. ചന്ദ്രിക ചന്ദന മുഴുക്കാപ്പു ചാർത്തും ഗന്ധമാദനഗിരിക്കരികിലൂടെ. ചന്ദ്രിക ചന്ദന മുഴുക്കാപ്പു ചാർത്തും ഗന്ധമാദനഗിരിക്കരികിലൂടെ. പറന്നു പറന്നു വരും അരയന്ന പീലികൾ വിരിച്ചുറങ്ങാൻ തൂവൽ കിടക്കയായി. പറന്നു പറന്നു വരും അരയന്ന പീലികൾ വിരിച്ചുറങ്ങാൻ തൂവൽ കിടക്കയായി, തൂവൽ കിടക്കയായി. ഇന്ദുകലാമൗലി തൃക്കൈയിലോമനിക്കും സ്വർണമാൻ പേട എൻ്റെ സഖിയായി. കന്മദം മണക്കും കൈലാസത്തിലെ കല്ലോലിനിയും എൻ്റെ സഖിയായി, പ്രിയ സഖിയായി. വില്ലുമായി മന്മഥൻ പ്രദക്ഷിണം വയ്ക്കും വെള്ളിമാമലയിലെ ലതാഗ്രഹത്തിൽ. വില്ലുമായി മന്മഥൻ പ്രദക്ഷിണം വയ്ക്കും വെള്ളിമാമലയിലെ ലതാഗ്രഹത്തിൽ. വിരിഞ്ഞു വിരിഞ്ഞു വരും ഏകാന്ത പുളകങ്ങൾ എനിക്കണിയാൻ പുഷ്പാഭരണമായി. വിരിഞ്ഞു വിരിഞ്ഞു വരും ഏകാന്ത പുളകങ്ങൾ എനിക്കണിയാൻ പുഷ്പാഭരണമായി, പുഷ്പാഭരണമായി. ഇന്ദുകലാമൗലി തൃക്കൈയിലോമനിക്കും സ്വർണമാൻ പേട എൻ്റെ സഖിയായി. കന്മദം മണക്കും കൈലാസത്തിലെ കല്ലോലിനിയും എൻ്റെ സഖിയായി, പ്രിയ സഖിയായി. ഗുഡ് മോർണിംഗ്. നൈസ്, നന്നായി. നൈസ് നൈസ് നൈസ്, വെരി ഗുഡ്. ഗുഡ് അർച്ചന. അർച്ചന എന്തോ സൂപ്പർ. ഇത്തവണ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് നന്നായിട്ട് പാടാൻ പറ്റിയല്ലോ, ഇല്ലേ? കുഴപ്പമില്ലാതെ. എന്താ മുഖത്തൊരു സന്തോഷമില്ലാത്ത? ചിരിക്കുന്നുണ്ട്. ചിരിക്കുന്നുണ്ട്. എന്താ സന്തോഷമില്ലാതെ? ചിരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ചോദിക്കാം. ഓക്കെ, എം ജി സാർ. അർച്ചന സർ, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു പാട്ട്. എന്റെ ആരൊക്കെയാണിത്? ഇത് കുമാരസംഭവം എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. കുമാരയല്ല, കുമാര. ആ, പിന്നെ സംഗീതം ജി ദേവരാജൻ മാഷാണ് സംഗീതം ചെയ്തിട്ടുള്ളത്. എഴുതിയിട്ടുള്ളത് വയലാർ രാമവർമ്മ. അതേ ഉള്ളൂ. അവരാണ് കോംബോ. പാടിയത് പി മാധുര്യമ്മ. മാധുരി. ഈ സിനിമ കണ്ടുണ്ടോ കുമാരസംഭവം? ഇല്ല സർ. ഇല്ല. സുബ്രഹ്മണ്യ മുതലാളി എന്ന് പറഞ്ഞൊരു അതുല്യ പ്രതിഭയുണ്ടായിരുന്നു. ഈ വാസ് എ പ്രൊഡ്യൂസർ, മെർലാൻഡ് സ്റ്റുഡിയോസ്. ഈ മെർലാൻഡ് സ്റ്റുഡിയോസ് ആണ്
എല്ലാ വർഷവും ഒരു പുരാണ ചിത്രം പുറത്തിറക്കും. അത് 100 days ഓടുകയും ചെയ്യും. ഇന്നൊക്കെ ഒരു പുരാണ ചിത്രം ഇറക്കിക്കഴിഞ്ഞാൽ സംശയമാണ്, 7 ദിവസം കഷ്ടിച്ചു പോവോ എന്നുള്ള കാര്യം സംശയമാണ്. എന്നാലും പലരും ട്രൈ ചെയ്യുന്നുണ്ട്. അതിനകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു 10 പാട്ടെങ്കിലും കാണും. കുമാരസംഭവം എന്ന ചിത്രത്തില് എൻ്റെ ചേട്ടനും സുശീലാമ്മയും കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. മല്ലാക്ഷി മണി മാറി ഉന്മാദമുണർത്തു, അങ്ങനെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പൊ മോള് നന്നായിട്ട് പാടി. പക്ഷെ അനുപല്ലവി വന്നപ്പോഴത്തേക്ക് കുറച്ചൊരു വ്യത്യാസം വന്നു. ഒന്ന് പാടാമോ? ചന്ദ്രിക ചന്ദന മുഴുകാപ്പു ചാർത്തും ഗന്ധമാദന ഗിരിക്കരികിലൂടെ അരികിലൂടെ. ഓക്കെ. ചന്ദ്രിക ചന്ദന മുഴുകാപ്പു ചാർത്തും ഗന്ധമാദന ഗിരിക്കരികിലൂടെ പറന്നു പറന്നു വരും അരയന്ന പീ തരരര അരയന്ന പീ അരയന്ന നീപമാപ്പ അരയന്ന പീലികൾ വിരിച്ചുറങ്ങാൻ പമരീമപ്പ വിരിച്ചുറങ്ങാൻ തൂവൽ കിടക്കയായി. ഓക്കെ, നല്ല ശബ്ദം കേട്ടോ. നല്ല ആ ടോൺ നല്ല രസമായിട്ടുണ്ട് കേൾക്കാൻ. പിന്നെ ഇത്തിരി ദുഃഖം കൊണ്ട് കയറിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. പല സ്ഥലങ്ങളിലും വരുമ്പോഴത്തേക്ക് ഒരു മാധവിയമ്മയെക്കാട്ടി കുറച്ച് കൂടുതൽ ഒരു 2 ounce ദുഃഖം കൂടുതൽ ഒഴിച്ചോ എന്ന് എനിക്കൊരു ചെറിയ സംശയം. ഇതേപോലെ ആയിരുന്നു അടുത്ത അനുപല്ലവിയിലും ചരണത്തിലും ഇതേ പോർഷൻസ് കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം നന്നായിരുന്നു, നല്ല രസമായിരുന്നു. കുറച്ച് മൈൻഡ് ബ്ലോക്ക് ഒക്കെ പോയി എന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഇങ്ങനെ മാറി വരട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. ശരത് സർ. അർച്ചന, സർ നല്ല പാട്ട് അർച്ചന. എന്ത് സുഖമുള്ള ഒരു പാട്ട്. അർച്ചന നന്നായിട്ട് തന്നെ പാടി. പിന്നെ എനിക്ക് ആ സ്വർണ്ണമാൻ പേട അതൊന്ന് പാടാമോ? സ്വർണ്ണമാൻ പേട അത് സ്വർണ്ണമാൻ പേട അങ്ങനെ ആക്കുന്ന എന്തിനാണ് അവിടെ? സ്വർണ്ണമാൻ പേടയൻ സ്വർണ്ണമാൻ പേടയന്റെ ബെറ്റർ. മറ്റേത് ഭയങ്കര ഓടായിട്ട് മുഴച്ച് നിൽക്കുക. ഇതൊക്കെ ടെലികാസ്റ്റ് കേൾക്കണം കേട്ടോ. നിങ്ങൾ ഇവിടെ തലയൊറിഞ്ഞിട്ട് അങ്ങ് പോകരുത്. ഇവിടെ പോയി കുത്തിയിരുന്ന് കേൾക്കണം. ബാക്കിയൊക്കെ നല്ല രസമായിരുന്നു അർച്ചന പാടിയത്. എനിക്ക് പിന്നുള്ളൊരു ഡൗട്ടെന്ന് പറഞ്ഞാൽ വിരിച്ചുറങ്ങാൻ അതൊക്കെ ആദ്യം പാടിപ്പോയി എംജിനെ പാടിച്ചപ്പോൾ നല്ല മനോഹരമായിട്ട് പാടി. എനിക്ക് ആ വില്ലുമായി മന്മഥൻ ഒന്ന് പാടാമോ? വില്ലുമായി മന്മഥൻ പ്രദക്ഷിണം വയ്ക്കും വെള്ളിമാമലയിലെ ലതാഗ്രഹത്തിൽ. അവിടെ അത്രയും കിടന്ന് ശക്തി പിടിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മതി ലതാഗ്രഹത്തിൽ. അവിടെ ഒരു കുനിപ്പ് കൂടുന്നു. അത്ര ലതാഗ്രഹം ആവണ്ട, ഒരു സമാധാനമായിട്ട് നല്ലൊരു ഗൃഹം മതി. അതിനൊരു സമാധാനം ഉണ്ട്. എന്തിനാ അത്ര ഇട്ടാക്കുന്നത് കേട്ടോ. അർച്ചനയൊക്കെ നല്ല പാട്ടുകാരിയാണ്. അതിൽ കുറേ സന്തോഷം. എന്തൊക്കെയാണ് നന്നായിട്ട് തന്നെ പാടി അർച്ചന. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക. അർച്ചന സർ നന്നായിട്ട് പാടി അർച്ചന. താങ്ക് യു സർ. എനിക്ക് ഇവർ പറഞ്ഞ കാര്യങ്ങളുണ്ട്. എനിക്കത് കൂടാതെ ഈ സഖി എന്ന് പറഞ്ഞ വാക്ക് 1-2 സ്ഥലങ്ങളിൽ സഖി എന്ന് കേട്ടു, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. വേറെ കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അത് അവർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇപ്പം ചേട്ടൻ മെറിലാൻഡ് സിനിമനെ പറ്റി പറഞ്ഞല്ലോ. മെറിലാൻഡ് സിനിമയും വേറൊരു സ്റ്റുഡിയോയും കൂടെ ഉണ്ട്. അത് ഭയങ്കര ഹെറിറ്റേജ് ആണ്. ഈ 2 സ്റ്റുഡിയോസിനും മലയാളം സിനിമ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ഈ 2 സ്റ്റുഡിയോസിന് മലയാള സിനിമയ്ക്ക് തന്ന കോൺട്രിബ്യൂഷൻ, അവർ വഹിച്ച പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒന്ന് മെറിലാൻഡ്, ഒന്ന് ഉദയ. ഇത് രണ്ടും ഹ്യൂജ് സ്റ്റുഡിയോസാണ്. അപ്പം ഇവർ ഒരു പോയിന്റിലെത്തിയിട്ട് ബ്രേക്കായിട്ട് പിന്നെ ഇവരുടെ തിരിച്ചു വരവിൻ്റെ ആ സിനിമകൾ രണ്ടും എനിക്ക് ചെയ്യാൻ പറ്റി. ഒന്ന് മെറിലാൻഡിൻ്റെ കംബാക്ക് ആയിരുന്നു ലവ് ആക്ഷൻ ഡ്രാമ, ഉദയയുടെ കംബാക്ക് ആയിരുന്നു കൊച്ചാവ പൗലോ അയ്യപ്പ കോയിലോ. അപ്പം ഇത് രണ്ടും ചെയ്യാനൊരു ഭാഗ്യം. ഇത്രയും വലിയൊരു ബാനറിൻ്റെ കീഴിൽ ഇങ്ങനെ ഒരു പടം മ്യൂസിക് എന്ന് പറയുന്നത് ഭയങ്കര ഇതാണല്ലോ. കാരണം ഇത് ദേവരാജ മാഷ് തൊട്ട് ഉണ്ട്
ഈ സ്റ്റുഡിയോസിന്റെ കീഴിൽ. അപ്പം അവരുടെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പേരിങ്ങനെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ വിശാഖ് സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് മെറിലാൻഡിൻ്റെ ഇപ്പം ഏറ്റവും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന നമ്മുടെ വിശാഖ്. അത്രേ ഉള്ളൂ അർച്ചന, നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. ചേച്ചി അർച്ചന മാം. ചക്കര നന്നായി പാടിടാ. താങ്ക് യു മാം. നല്ല വോയിസ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ. ശരിക്കും അർച്ചന പാടുമ്പോൾ അർച്ചനയ്ക്ക് ആ പഴയ റെട്രോ ടൈപ്പ് പാട്ടുകളൊക്കെ നല്ലോണം ചേരും അർച്ചനയുടെ വോയിസിൽ. എനിക്കിഷ്ടപ്പെട്ടു മോള് പാടിയത്. നീ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അല്ലേ? അല്ലാതെ വേറെ ആ ഹൈ പാടുമ്പോൾ 2-3 സ്ഥലത്തൊന്ന് സ്ലിപ്പുകൾ വന്നു. അത് അർച്ചനയ്ക്ക് തന്നെ അറിയാം. അത് ഇനി ഒന്ന് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അല്ലാതെ നല്ലപോലെ തന്നെ പാടിയിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് യു മോളും. സുന്ദരിയായിട്ടുണ്ടേ കാണാൻ. ഓക്കെ, മാർക്സ് ചോദിക്കാം. MG സർ. 9.2. താങ്ക് യു ആ സർ. ഗുഡ് ഗുഡ് താങ്ക് യു. ഗുഡ് 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 ഗുഡ്. ഓ ഗുഡ്. ഓക്കെ, ശരത് സർ. അർച്ചന സർ. 9.1. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. ഷാനിക്ക. ഓക്കെ, സോ ടോട്ടൽ 18.3. സൂപ്പർ. താങ്ക് യു. അങ്ങനെ ഡിവോഷണൽ റൗണ്ടിൽ മാജിക് ബീറ്റ്സിനെ വെട്ടിച്ചിരിക്കുന്നു മിസ്റ്റേക്ക് രാഗസ്. ഞാൻ സത്യത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ. കുമാരസംഭവം എന്ന് പറഞ്ഞ ഈ സിനിമയിലെ പൊൽത്തിങ്കൽക്കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാഗ്ര ശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നിർത്തധൂർജടി ഹസ്തമാർന്ന തുടിതൻ നുത്താള ഡുംഡും രവം തത്വത്തിൻ പൊരുൾ ആലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം. ഇതാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഗാനമേളയ്ക്ക് ആഹാ പാടുന്നത്. എന്നാ ഒരു തുടക്കം അസാധ്യ പാട്ടാ. ഓ കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തില് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ സ്വന്തം ഗാനമേളയ്ക്ക് പാടിയ പാട്ട്. അതിനുശേഷം ഒരു 15 വർഷമെങ്കിലും ഈ പാട്ട് പാടി. ആ. പിന്നെ ലാസ്റ്റിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പാട്ടിന് സ്വരമിട്ട് പാടാൻ തുടങ്ങി. ഓ ആ സ്വരമിട്ട് പാടി. അതെ ഗരി സനിധനി റിസനിധപദ സനിധപമപ ഗരി സരിസനി സനിധപധാനി സത്യശിവ സൗന്ദര്യം. ഞാനത് നേരിട്ട് കേട്ടിട്ടുണ്ട്. ആ സർ, ഒന്ന് മഞ്ജരിയൊക്കെ എന്റെ കൂടെ പാടിയിട്ടുണ്ട്. ഞാൻ സാറിന്റെ through അല്ല programs എന്നിട്ട് കേട്ടോ എന്റെ കോമഡി കേട്ടോ. അത് കേക്ക്, അതാ വേണ്ടത്. ആ അത് ഇത് ഒരുപാടുണ്ട്. ഇച്ചിരി ഇത് അണ്ണനങ്ങ് ഇംപ്രവൈസ് ചെയ്തങ്ങ് വലുതാക്കി. എന്നൊക്കെ പറഞ്ഞിട്ട് ഗരി സനി ധരി സനി ധപ സനി ധപ മനി ധപ മഗ ഗമ പദ പമ പദരി ധപ ധരി സനി ധരി സരി സരി സനി ധരി സനി ധപ സനി ധപ മനി ധപ മഗ ഗമ പദ പമ പദരി ധപ ധരി സനി ധനി സരി സത്യശിവ അങ്ങനൊക്കെ ഒരുപാട് പോവും. അപ്പം സെനറ്റ് ഹാളില് ദേവരാജൻ മാസ്റ്റർ ഫ്രണ്ടിലിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനിന്ന് പൊളിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് എന്ന് സത്യശിവ സൗന്ദര്യം അങ്ങോട്ട് വെച്ച് സ്പ്രിഞ്ചി എന്നിട്ട് ഈ സ്വരമൊക്കെ കൂടെ എടുത്ത് വെച്ചങ്ങോട്ട് പാടി. അത് കുറച്ചുകൂടി ഇംപ്രവൈസ് ചെയ്തു. കാരണം ഇരിക്കട്ടെ, കാരണം കിട്ടിയൊരു അവസരമല്ല. അല്ല ദേവരാജ മാഷ് ഇരിക്കുന്ന മുമ്പ് ദേവരാജ മാഷ് മുമ്പിൽ ഇരിക്കല്ലേ. അപ്പൊ ഞാനകത്ത് എന്ന് പറഞ്ഞ ജയവിജയമാൻ സാർ പാടുന്ന അതിൻ്റെ ഇതുപോലത്തെ ഒക്കെ ഇട്ട് ഇരട്ടിക്കുന്നൊക്കെ ഇട്ടെല്ലാം പാടി ഭയങ്കരമായിട്ട് കൈയടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം ദേവരാജ മാഷിഞ്ഞ് വന്നു. എടാ നീ നന്നായിട്ട് പാടി, പക്ഷേ ആവശ്യമില്ലാതെ ഈ സ്വരമൊന്നും പാടരുത്, പോറാ. പിന്നെ എനിക്ക് സ്വരം ഇടാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല, എനിക്ക് ഇതിനെക്കാട്ടി ഒരുപാട് സ്വരമൊക്കെ ഇടാൻ അറിയാം. അതുകൊണ്ട് നീ അടുത്ത തവണ പാടുമ്പോ പാട്ടങ്ങ് പാടിയാൽ മതി. അങ്ങനെ അവിടെ അസ്തമിച്ചു. സാർ ഒന്നും പറഞ്ഞില്ല അല്ലേ? അയ്യോ എന്ത് പറയാൻ പറ്റില്ല. പറയാനാടി? ഇങ്ങനെ ഒരു സിംഹത്തിന്റെ അടുത്ത് അയ്യോ ആൾക്കാർ വിചാരിക്കും എനിക്ക് സ്വരമൊന്നും അറിഞ്ഞൂടാന്ന്. നീ എന്തുവാ അപ്പൊ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. അയ്യോ എനിക്ക് ആ മൂമെന്റ് ഒന്നും അറിഞ്ഞൂടാ. പിന്നെ ഒരു മാസം കഴിഞ്ഞ പറഞ്ഞ വാക്കുകളൊക്കെ എന്റെ മനസ്സിൽ തെളിയുന്നു. അത്രയും ഒരു മാസം സംഭവിച്ചെന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ MG സാറ് ദേവരാജ മാഷെ പറ്റി പറഞ്ഞത് തിരിച്ചാ നമ്മൾ പറയില്ലല്ലോ, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇതുപോലെ ദേവരാജ മാഷെ കാണാൻ വേണ്ടി നാട്ടിൽ വന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടു. തരങ്കിണി റിലീസായിട്ട് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ഒരു ഇത് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ പുതിയ കുട്ടികളെ ഇവരിങ്ങനെ അന്വേഷിക്കുക. അപ്പൊ ഞാൻ പോയി ഒരു പാട്ടൊക്കെ പാടിയപ്പോഴത്തേക്ക് കൊള്ളാം,
നാളെ സ്റ്റുഡിയോയിലേക്ക് വന്നോ എന്ന് പറഞ്ഞിട്ട് അപ്പം അടുത്ത ദിവസം സ്റ്റുഡിയോയിലേക്ക് ചെല്ലാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെന്ന് അത് പാടി അതൊക്കെ കഴിഞ്ഞ് പിന്നെ സാറുമായിട്ട് കുറച്ചൊരു എന്താ പറയുക പരിചയമായില്ല. അപ്പം അങ്ങനെ സാറിൻ്റെ പരിപാടിക്ക് സാറ് വിളിക്കും പാടാൻ വേണ്ടിയിട്ട്. അപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം എനിക്ക് നമ്മുടെ സൂര്യ കൃഷ്ണമൂർത്തി സാറ് ഒരു കച്ചേരി ബുക്ക് ചെയ്തു ഒരു ഡേറ്റിന്. അപ്പം കച്ചേരി ബുക്ക് ചെയ്ത് അന്ന് കച്ചേരി പാടണം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ദേവരാജ് മാഷ് വിളിച്ചു. മാഷ് വിളിച്ചിട്ട് മാഷയുടെ പരിപാടി അതേ ഡേറ്റിന്. അപ്പം എനിക്ക് എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് അറിയില്ല. അപ്പം സാധാരണ കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് ഇല്ല ഇല്ലാണ്ടായി പോയി. അപ്പം നമ്മൾ അങ്ങനെ പറയില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, സർ എനിക്ക് സത്യത്തിൽ അന്ന് വേറൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു. ഓ, എൻ്റെ പരിപാടിക്ക് ഇന്ന ആള് തന്നെ പാടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു താങ്ക് യു സർ. അപ്പൊ ഞാൻ എനിക്കന്ന് അത്രയും നമുക്ക് തിങ്കിങ് ഇല്ല. ചിലപ്പോൾ സാറിന് അറിയാം എന്തുമാത്രം. പറഞ്ഞത് അങ്ങനെയാ ഞാൻ പറഞ്ഞത്. അല്ല പറഞ്ഞത് ദേവരാജൻ മാഷ് ഒന്നല്ല. ആരാ ഞാൻ മനുഷ്യരിയാണ്. സോറി, എനിക്ക് 23rd വരാൻ പറ്റില്ല. നീ വേണ്ട. അപ്പൊ ഞാനിത് എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മ ദേവരാജ മാഷ് വിളിച്ചിരുന്നു. അപ്പൊ മാഷ് ഇങ്ങനെ ഇതേ ഡേറ്റിന് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേറെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ മാഷ് എന്ത് പറഞ്ഞു? മാഷ് പറഞ്ഞു എന്റെ പ്രോഗ്രാം ഇന്ന ആള് വരേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ നീ എന്ത് പറഞ്ഞു? താങ്ക് യു. എന്റെ ദൈവം ഈ കുട്ടിക്ക് എന്താ ഇത്? അങ്ങനെ പിന്നെ മാഷെ പോയി കണ്ട് മാഷെ അറിവില്ലാണ്ട് പറഞ്ഞത് എന്താ പറയണ്ടേന്ന് അറിയാം. കുഴപ്പമില്ല, സാരില്ല. അതിനുശേഷം പിന്നെ മാഷിന്റെ പരിപാടിക്ക് പാടൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ ഇതിപ്പോ പറഞ്ഞപ്പോ ഓർത്തതാണ്, മാഷിന്റെ അടുത്തൊന്നും നമുക്ക് അങ്ങനെ പറയാനുള്ള ഒരു ബുദ്ധിയില്ല. അല്ല, ബുദ്ധിയുടെ അല്ല, നമുക്ക് തോന്നത്തുമില്ല. മാഷിനെ കണ്ടാലേ മൊത്തത്തില് പറഞ്ഞാലേ ഭീതി ജനിക്കും. ഒരുപാട് നടന്ന കാര്യങ്ങൾ എനിക്കറിയാം. പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡ് മുമ്പോട്ട് പോകത്തില്ല. ചിരിച്ച് മണ്ണ് പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അടുത്തൊരു എപ്പിസോഡിൽ ദേവരാജ മാഷ പാട്ട് വരുമ്പോൾ ഞാൻ പറയാം.